Hello, Bharathiar University STE Second Year BA English Unit 1 Prose. Lesson 4 Marriage is a Private Affair by Chinuya Achebe. Objectives: after reading this short story, we will come to know how people have different outlook on marriage. To some, it's a choice, but to others, it's a tradition. അപ്പോൾ മാരേജ് ഈസ് എ പ്രൈവറ്റ് അഫെയർ എന്നുള്ള ചിനുയ അച്ചബയുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി നമ്മൾ വായിക്കുന്നതിലൂടെ ആളുകൾ എങ്ങനെയാണ് മാരേജിനെ കാണുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ചിലർക്ക് മാരേജ് എന്നുള്ളത് ഒരു ചോയ്സാണ്, പക്ഷെ ചിലർക്ക് മാരേജ് എന്നുള്ളത് ഒരു ട്രഡീഷനാണ്. നെക്സ്റ്റ്, നോ ദ റൈറ്റോ. ചിനുയ അച്ചബയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. Chinuya Achebe, born in 1930, one of the world's most acclaimed writer. ചിനുയ അച്ചബെ 1930 ജനിച്ചത്. അദ്ദേഹം ലോകത്ത് തന്നെ ഏറ്റവും പ്രശംസിക്കപ്പെട്ട ഒരു റൈറ്ററാണ്. അക്ലൈംഡ്, പ്രശംസിക്കപ്പെട്ടു. ഹി ഈസ് കൺസിഡർഡ് ടു ബി ദ ഫാദർ ഓഫ് ദ ആഫ്രിക്കൻ നോവൽ ഇൻ ഇംഗ്ലീഷ്. ആഫ്രിക്കൻ നോവൽ ഇൻ ഇംഗ്ലീഷിൻ്റെ ഫാദറായിട്ടാണ് ഈ ചിനുയ അച്ചബയെ കൺസിഡർ ചെയ്യുന്നത്. ഹിസ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് നോൺ തിങ്സ് ഫോൾ അപ്പാർട്ട് 1958 ഇൻട്രൊഡ്യൂസ്ഡ് ദ വേൾഡ് ടു ന്യൂ റൈറ്റിംഗ് ഇൻ ആഫ്രിക്ക. തിങ്സ് ഫോൾ അപ്പാർട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിലുണ്ടായിരുന്നു പഠിക്കാനായിട്ട്. ഹി ഹാസ് വോൺ അക്ലൈം ഫോർ ആരോ ഓഫ് വേൾഡ്, Christmas in Biafra and Antilles of the Savannah. Chinuya Achebe has also received numerous honors from around the world and is a recipient of the highest award for intellectual achievement in his native country of Nigeria. അപ്പോൾ അദ്ദേഹത്തിന് ഹയസ്റ്റ് അവാർഡ്, ഇൻ്റലക്ച്വൽ അച്ചീവ്മെൻറ്റിൻ്റെ ഹയസ്റ്റ് അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ടെക്സ്റ്റ്. ഹാവ് യു റിട്ടേൺ ടു യുവർ ഡാഡ് യെറ്റ്? ആസ്ക്ഡ് നീൻ one afternoon as she sat with Naina in her room at 16 Kasanga Street, Lagos. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുകയാണ്. മാരേജ് ഈസ് എ പ്രൈവറ്റ് അഫെയർ എന്നുള്ള ചിനുയ അച്ചബയുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി അത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൻ്റെ തുടക്കം തന്നെ ഒരു കോൺവെർസേഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റിൽ കേട്ടോ. അപ്പോൾ നീ നിൻ്റെ അച്ഛന് ഇതുവരെ എഴുതിയില്ലേ? അതാണ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. ആസ്ക്ഡ് നീനാണ് ചോദിച്ചത്. വൺ ആഫ്റ്റർനൂൺ, ഒരു ആഫ്റ്റർനൂൺ സമയത്ത്. ആസ്, അവൾ നാമേക്ക എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഒരു റൂമിൽ ഇരിക്കുകയായിരുന്നു. ആ റൂം ലഗോസിലെ കസംഗ സ്ട്രീറ്റിലെ റൂം നമ്പർ 16 അവരിയ്ക്കുന്നത്. No, I have been thinking about it. I think it's better to tell him when I get home on leave. ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ ലീവിന് വീട്ടിലെത്തുമ്പോൾ പറയാം എന്ന് കരുതുന്നു. അതായിരിക്കും നല്ലത് എന്ന് കരുതുന്നു. But why? Your leave is such a long way off yet. 6 whole weeks. He should be let into our happiness now. But why? നിൻ്റെ ലീവ് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. 6 വീക്സ് കഴിഞ്ഞിട്ടാണ് നിൻ്റെ ലീവ് ഉള്ളത്. അത്രയും സമയമുണ്ട്. അയാളെ, നിൻ്റെ അച്ഛനെ ഇപ്പം നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ ചേരാൻ അനുവദിക്കൂ എന്ന് പറയുന്നു. Naina was silent for a while and then began very slowly as if he groped for his words. I were sure it would be happiness to him. ആ ചോദ്യം കേട്ടപ്പോൾ നാമക്ക കുറച്ച് നേരം ഒന്ന് സൈലൻ്റായി. എന്നിട്ട് മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. ഗ്രോപ്പ്ഡ്, തപ്പിത്തടഞ്ഞു. ഫോർ വേർഡ്സ്. അപ്പോൾ നാമക്ക ഗ്രൂപ്പ്ഡ് ഫോർ ഹിസ് വേർഡ്സ് എന്നുണ്ട്, ഹിസ് എന്ന് വരുന്നുണ്ട്. സോ ഈ നാമക്ക എന്ന് പറയുന്നത് ഒരു മെയിൽ ക്യാരക്ടറാണ്. ഐ വിഷ് ഐ വർ ഷുവർ ഇറ്റ് വുഡ് ബി ഹാപ്പിനെസ് ടു ഹിം. അത് അദ്ദേഹത്തിന് സന്തോഷമുണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു.
Of course it must, of course it must, replied Neen, a little surprised. Why shouldn't it? You have lived in Lagos all your life, and you know very little about people in remote parts of the country. Of course it must. എന്തായാലും തീർച്ചയായും ഉണ്ടാവും, റിപ്ലൈഡ് നീൻ പറഞ്ഞു. ആൻഡ് ഐ ലിറ്റിൽ സർപ്രൈസ്ഡ്. വൈ ഷുഡിൻ്റ് ഇറ്റ്? എന്തുകൊണ്ടതാവില്ല? നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ലഗോസിലാണ്, നിങ്ങളുടെ ജീവിതം ജീവിച്ചിട്ടുള്ളത് ലഗോസിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ, കൺട്രിയുടെ റിമോട്ട് പാർട്സിലുള്ള, വിദൂര സ്ഥലത്തുള്ള ആളുകളുടെ മെൻറ്റാലിറ്റി, അവരെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുക എന്നുള്ളതൊന്നും നിങ്ങൾക്ക് തീരെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് യു ഓൾവേസ് സേ, ബട്ട് ഐ ഡോണ്ട് ബിലീവ് എനിബഡി വിൽ ബി സോ അൺലൈക്ക് അതർ പീപ്പിൾ ദാറ്റ് they will be unhappy when their sons are engaged to marry. Yes, they are most unhappy if the engagement is not arranged by them. In our case, it's worse. You are not even an Igbo. That's what you always say. അതാണ് നിങ്ങൾ എപ്പോഴും പറയുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. ആർക്കെങ്കിലും അൺഹാപ്പി ആയിരിക്കോ, സന്തോഷമില്ലാതിരിക്കോ, അവരുടെ മക്കൾക്ക് കല്യാണമായി എന്ന് അറിഞ്ഞാൽ, അവർ എൻഗേജ്ഡായി എന്നറിഞ്ഞാൽ ഏതെങ്കിലും പാരൻസിന് സന്തോഷമില്ലാതിരിക്കുമോ? യെസ്, അവർ അൺഹാപ്പി ആയിരിക്കും. എപ്പോഴെന്ന് വെച്ചാൽ ഈ എൻഗേജ്മെൻറ്റ് അറേഞ്ച് ചെയ്തത് അവരല്ലാതിരിക്കുമ്പോൾ, അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് അല്ലാതെ ഇരിക്കുമ്പോൾ അവർ അൺഹാപ്പി ആയിരിക്കും. ഇൻ അവർ കേസ്, നമ്മുടെ കാര്യത്തിൽ ഇതാണെങ്കിൽ വോസാണ്. അത് വോസ് മീൻസ് മോശം. യു ആർ നോട്ട് ഈവൻ ആൻ ഇബോ. നിങ്ങളൊരു ഇബോ പോലുമല്ല എന്നാണ് പറയുന്നത്. ഇബോ ആണോ ഐബോ ആണെന്ന കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. അതിൻ്റെ മീനിങ്ങൊന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി കിട്ടുന്ന സമയത്ത് പറയാം. This was said so seriously and so bluntly that Neen could not find speech immediately. In the cosmopolitan atmosphere of the city, it had always seemed to her something of a joke that a person's tribe could determine whom he married. ഇത് വളരെ ഗൗരവത്തോടെയും വെട്ടിത്തുറന്നും പറഞ്ഞതിനാൽ നീനിന് പെട്ടെന്നൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ബ്ലണ്ട്ലി മീൻസ് വെട്ടിത്തുറന്ന് പറയുക. നഗരത്തിൻ്റെ കോസ്മോപൊളിറ്റൻ അറ്റ്മോസ്ഫിയറിൽ, കോസ്മോപൊളിറ്റൻ അന്തരീക്ഷത്തിൽ അവൾക്ക് എപ്പോഴും ഒരു ജോക്കായി തോന്നിയിരുന്നു. ഈ നീൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഫീമെയിൽ ക്യാരക്ടറാണെന്നുള്ളത് ഇവിടെ ഹെർ കൊടുത്തിട്ടുണ്ട്. സോ നീൻ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ക്യാരക്ടറും നാമക്ക എന്നുള്ളത് ഒരു മെയിൽ ക്യാരക്ടറുമാണ്. അപ്പോൾ ബാക്ക് ടു നഗരത്തിൻ്റെ കോസ്മോപൊളിറ്റൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന അവൾക്ക് അതൊരു ജോക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഗോത്രം ആണ് അയാൾ ആരെ വിവാഹം കഴിക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് എന്നുള്ളത്. അറ്റ് ലാസ്റ്റ് ഷീ സെഡ്, "You don't really mean that he will object to your marrying me simply on that account? I had always thought you Ibos were kindly disposed to other people." ഐബോ എന്നുള്ളതൊരു ഗോത്രം ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇഗ്ബോ എന്ന പേരിൽ ഒരു ഗോത്രം നൈജീരിയയിലുണ്ട്. ഇതിനി അതാണോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ചിലപ്പോൾ ഈ ടെക്സ്റ്റിലൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് ഐബോ എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. അപ്പോൾ അവൾ ചോദിച്ചു, അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുന്നതിന് അവർ തടയും എന്നൊരു അർത്ഥം അതിനില്ലേ എന്ന്. നിങ്ങൾ ഐബോസ് മറ്റുള്ളവരോട് ദയയുള്ളവരാണെന്ന് ഞാൻ കരുതിയിരുന്നു. സോ വി ആർ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മാരേജ്, വെൽ, ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് സോ സിമ്പിൾ. ആൻഡ് ദിസ്, he added, it's not peculiar to the Ibos. If your father were alive and lived in the heart of Ibi Bioland, he would be exactly like my father. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ മാരേജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അത്ര സിമ്പിളല്ല. ഇത് ഐബോസിൻ്റെ മാത്രം പെക്യുലറായിട്ടുള്ളതല്ല. പെക്യുലർ മീൻസ് വിചിത്രമായ. നിൻ്റെ അച്ഛന്
ഇബി ബയോലാൻഡിലാണ് ജീവിച്ചിരുന്നത് എങ്കിൽ നിന്റെ അച്ഛനും എൻ്റെ അച്ഛനെ പോലെ തന്നെ ആവുമായിരുന്നു. I don't know, but anyway, as your father is so fond of you, I'm sure he will forgive you soon enough. Come on then, be a good boy and send him a nice lovely letter. എനിക്കറിയില്ല, പക്ഷേ എന്തായാലും നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹം ഉടനെ തന്നെ മാപ്പ് തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വന്ന് നല്ല കുട്ടിയായി അദ്ദേഹത്തിന് ഒരു ലവ്ലി ലെറ്റർ എഴുതൂ. It would not be wise to break the news to him by writing. A letter will bring it upon him with a shock. I am quite sure about that. ഈ ന്യൂസ് എഴുതി അദ്ദേഹത്തെ അറിയിക്കുന്നത് ബുദ്ധിയല്ല. ആ കത്ത് അദ്ദേഹത്തിലൊരു ഞെട്ടൽ കൊണ്ടുവരും, എനിക്കത് ഉറപ്പുണ്ട്. All right, honey, suit yourself. You know your father. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ അറിയാം, അപ്പോൾ അതുപോലെ ചെയ്യുക. As Naina walked home that evening, he turned over in his mind different ways of overcoming his father's opposition. അപ്പോൾ നാമക്ക വൈകുന്നേരം വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് വഴികൾ വന്നിരുന്നു. ഓഫ് ഓവർകമ്മിങ് ഹിസ് ഫാദേഴ്സ് ഒപ്പോസിഷൻ, അച്ഛൻ്റെ എതിർപ്പിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വഴികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു എന്ന് വെച്ചാൽ മനസ്സിലേക്ക് വരുത്താൻ ശ്രമിച്ചു. അതായത് അങ്ങനെ വഴികളെക്കുറിച്ച് ആലോചിച്ചു. എസ്പെഷ്യലി നൗ ദാറ്റ് ഹി ഹാഡ് ഗോൺ ആൻഡ് ഫൗണ്ട് എ ഗേൾ ഫോർ ഹിം. എസ്പെഷ്യലി ഇപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ പെണ്ണിനെ അവൻ തന്നെ കണ്ടെത്തി. ഹി ഹാഡ് തോട്ട് ഓഫ് ഷോയിങ് ഹിസ് ലെറ്റർ ടു നീൻ ബട്ട് ഡിസൈഡഡ് ഓൺ സെക്കൻഡ് തോട്ട്സ് നോട്ട് ടു. അയാൾ ആദ്യം വിചാരിച്ചു ഈ നീനിന് ആ ലെറ്റർ കാണിച്ചു കൊടുക്കാമെന്ന്, പിന്നീട് തീരുമാനിച്ചു വേണ്ട, കാണിച്ചു കൊടുക്കണ്ട എന്ന്. അറ്റ്ലീസ്റ്റ് ഫോർ ദ മൊമെൻറ്റ്, തൽക്കാലത്തേക്കെങ്കിലും. ഹി റീഡ് ഇറ്റ് അഗെയിൻ വെൻ ഹി ഗോട്ട് ഹോം ആൻഡ് കുഡിൻറ്റ് ഹെൽപ്പ് സ്മൈലിംഗ് ടു ഹിംസെൽഫ്. അയാൾ വീട്ടിലെത്തിയപ്പോൾ വീണ്ടും അത് വായിച്ചിട്ട് സ്വയം ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹി റിമെമ്പേർഡ് Yugoi quite wealth an Amazon of a girl who used to beat up all the boys, himself included, on the way to the stream, a complete dunce at school. അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കായിട്ട് കുറേ എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല, എന്നാലും മനസ്സിലായത് പറയാം. സ്കൂളിൽ വെച്ച് ഒരു പൂർണ്ണ ഡെൻസായി സ്ട്രീമിലേക്കുള്ള വഴിയിൽ, അരുവിയിലേക്കുള്ള വഴിയിൽ ഉള്ള എല്ലാ ആൺകുട്ടികളെയും അടിച്ചു വീഴ്ത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ആമസോൺ ഉഗോയ് നിശബ്ദമായി വെൽറ്റ് ചെയ്യുന്നത് അയാൾ ഓർത്തു. അതാണ് ഇപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത്. ഐ ഹാവ് ഫൗണ്ട് എ ഗേൾ ഹു വിൽ സ്യൂട്ട് യു അഡ്മിറബിളി. യുഗോയ് ന്യൂക്കി, the eldest daughter of our neighbor Jacob Nuki. She has a proper Christian upbringing. When she stopped schooling some years ago, her father, a man of sound judgment, sent her to live in the house of a pastor where she has received all the training a wife could need. Her Sunday school teacher has told me that she reads her Bible very fluently. I hope we shall begin negotiations when you come home in December. നിങ്ങൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി. യൂഗോ ന്യൂക്കി, ഞങ്ങളുടെ അയൽവാസിയായിട്ടുള്ള ജേക്കബ് ന്യൂക്കിയുടെ എൽഡസ്റ്റ് ആയിട്ടുള്ള മകളാണ്. അവൾ ക്രിസ്ത്യൻ മതാചാരപ്രകാരം ശരിക്കും വളർന്ന ഒരു കുട്ടിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ സ്കൂള് കഴിഞ്ഞ സമയത്ത് അവളുടെ അച്ഛൻ അവളെ ഒരു പാസ്റ്ററുടെ വീട്ടിലേക്ക് താമസിക്കാൻ അയച്ചു. അവിടെ അവൾക്ക് ഒരു വൈഫിന് വേണ്ട എല്ലാ ട്രെയിനിങ്ങും കിട്ടി. അവളുടെ സൺഡേ സ്കൂൾ ടീച്ചർ എന്നോട് പറഞ്ഞു അവൾ ബൈബിള് വളരെ ഫ്ലുവൻ്റായിട്ട് വായിക്കുന്നുണ്ട്. നീ ഡിസംബറിൽ വരുമ്പോൾ നമുക്ക് ചർച്ചകൾ ആരംഭിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. On the second evening of his return from Lagos,
Namaka sat with his father under a acacia tree. ലഗോസിൽ നിന്നും മടങ്ങിയെത്തിയ രണ്ടാമത്തെ വൈകുന്നേരം നാമക്ക അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ കാഷ്യ ട്രീയുടെ ചോട്ടിൽ ഇരുന്നു. ദിസ് വാസ് ദ ഓൾഡ് മാൻസ് റിട്രീറ്റ് where he went to read his Bible when the parching December sun had set and a fresh reviving wind blew on the leaves. ഡിസംബറിലെ സൂര്യൻ അസ്തമിക്കുകയും ഇലകളിൽ വീശിയടിക്കുന്ന പുതിയ കാറ്റ് വീശുകയും ചെയ്തപ്പോൾ തന്നെ ബൈബിൾ വായിക്കാൻ പോയ വൃദ്ധൻ്റെ വിടവാങ്ങലായിരുന്നു അത്. ബഡ് മീനിങ് റിട്രീറ്റ് പിൻവാങ്ങുക, പാർച്ചിങ് ഉണങ്ങിപ്പോകുന്നു, റിവൈവിങ് പുനരുജ്ജീവിപ്പിക്കുന്നു. ഫാദർ began Namaka suddenly. I have come to ask for forgiveness. Forgiveness? For what, my son? He asked in amazement. അപ്പോൾ നാമക്ക അദ്ദേഹത്തോട് പറയാണ്, ഞാൻ ഫോർഗീവ്നെസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അച്ഛന് ആശ്ചര്യത്തോടെ അമേസ്മെൻറ്റോടെ ചോദിക്കുകയാണ്, എന്തിനാണ്? ഇറ്റ്സ് അബൌട്ട് ദിസ് മാരേജ് ക്വസ്റ്റ്യൻ. വിച്ച് മാരേജ് ക്വസ്റ്റ്യൻ? അത് മാരേജ് ക്വസ്റ്റ്യൻ്റെ കുറിച്ചാണ്. അപ്പോൾ ഏത് മാരേജ് ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നു അച്ഛൻ. ഐ കാൺട്ട്, വി മസ്റ്റ്, ഐ മീൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മീ ടു മാരി ന്യൂക്കിയസ് ഡോട്ടർ. ഇമ്പോസിബിൾ? വൈ? ആസ്ക്ഡ് ഹിസ് ഫാദർ. അപ്പോൾ നാമക്ക കുറച്ചൊരു ഷിവറായിട്ട് ഒരു തപ്പിത്തടഞ്ഞൊക്കെയാണ് പറഞ്ഞത്, എനിക്ക് പറ്റില്ല, ന്യൂക്കിയുടെ മകളെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുക, എന്തുകൊണ്ട്? അപ്പോൾ ഐ ഡോണ്ട് ലവ് ഹർ. നോബഡി സെഡ് യു ഡിഡ്. വൈ ഷുഡ് യു ഹി ആസ്ക്ഡ്. മാരേജ് ടുഡേ ഈസ് ഡിഫറെൻറ്റ്. നാമക്ക പറഞ്ഞു, ഐ ഡോണ്ട് ലവ് ഹർ, ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല, ലവ് ചെയ്യുന്നില്ല. നോബഡി സെഡ് യു ഡിഡ്, ആരും പറഞ്ഞിട്ടില്ല നീ ചെയ്തിട്ടുണ്ട് എന്ന്. വൈ ഷുഡ് യു ഹി ആസ്ക്ഡ്. ഇന്ന് കല്യാണം ഡിഫറെൻ്റ് ആണ്, വ്യത്യാസമാണ്. ലുക്ക് ഹിയർ മൈ സൺ, ഇൻറ്ററപ്റ്റഡ് ഹിസ് ഫാദർ, നത്തിങ് ഈസ് ഡിഫറെൻറ്റ്. വാട്ട് വൺ ലുക്സ് ഫോർ ഇൻ എ വൈഫ് ആർ എ ഗുഡ് ക്യാരക്ടർ ആൻഡ് എ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇൻറ്ററപ്റ്റ് ചെയ്തു, തടസ്സപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ലുക്ക് ഹിയർ മൈ സൺ, മോനെ നോക്കൂ, ഒന്നും ഡിഫറെൻ്റ് അല്ല. ഒരു ഭാര്യയിൽ ഒരാൾ അന്വേഷിക്കുന്നത് നല്ല ക്യാരക്ടറും ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടുമാണ്. നാമക്ക സോ ദർ വാസ് നോ ഹോപ്പ് അലോങ് ദ പ്രസൻറ്റ് ലൈൻ ഓഫ് ആർഗ്യുമെൻറ്റ്. ഇപ്പോഴത്തെ വാദഗതിയിൽ പ്രതീക്ഷയില്ല എന്ന് അദ്ദേഹം കണ്ടു. മോറോവർ ഹി സെഡ്, I am engaged to marry another girl who has all of you going as good qualities and who. പിന്നെ അയാൾ പറഞ്ഞു, ഞാൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ട്, ആ കുട്ടിക്കും ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. ആൻഡ് ഹിസ് ഫാദർ ഡിഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. വാട്ട് ഡിഡ് യു സേ? ഹി ആസ്ക്ഡ് സ്ലോലി ആൻഡ് ഡിസ്കൺസേർട്ടിംഗ്ലി. അയാളുടെ അച്ഛന് അയാളുടെ കാതുകൾ വിശ്വസിക്കാനായില്ല. എന്താ നീ പറഞ്ഞത്? എന്നാൽ അയാൾ സ്ലോ ആയിട്ട് പതുക്കെയും ഡിസ്കൺസേർട്ടിംഗ്ലി മീൻസ് നിരാശാജനകമായി, അപ്പോൾ പതുക്കെയും നിരാശാജനകമായിക്കൊണ്ടും അദ്ദേഹം ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? ഷീ ഈസ് എ ഗുഡ് ക്രിസ്ത്യൻ, ഹിസ് സൺ വെൻറ്റ് ഓൺ, ആൻഡ് എ ടീച്ചർ ഇൻ എ ഗേൾസ് സ്കൂൾ ഇൻ ലഗോസ്. അവളൊരു നല്ല ക്രിസ്ത്യനാണ്. ഹിസ് സൺ വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ അവൻ്റെ മകൻ പോയി എന്നാണ്. അത് സംസാരം തുടർന്നു എന്നാവും അവിടെ മീനിങ്. ഗേൾസ് സ്കൂളിലെ ലഗോസിലൊരു ഗേൾസ് സ്കൂളിലെ ടീച്ചറാണ് എന്ന് പറയും. ടീച്ചർ, ഡിഡ് യു സേ ഇഫ് യു കൺസിഡർ ദാറ്റ് ക്വാളിഫിക്കേഷൻ ഫോർ എ ഗുഡ് വൈഫ്, ഐ ഷുഡ് ലൈക്ക് ടു പോയിൻറ്റ് ഔട്ട് ടു യു, എമേക്ക, ദാറ്റ് നോ ക്രിസ്ത്യൻ വുമൺ ഷുഡ് ടീച്ച്. ടീച്ചർ, നീ പറഞ്ഞോ? അതായത് ടീച്ചർ എന്നാണോ നീ പറഞ്ഞത്? അത് ഒരു നല്ല ഭാര്യയ്ക്കുള്ളൊരു ക്വാളിഫിക്കേഷനാണ്, യോഗ്യതയാണ് എന്ന് നീ കരുതുന്നുവെങ്കിൽ ഞാൻ നിന്നോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എമേക്ക, ഒരു ക്രിസ്ത്യൻ വുമൺ ഷുഡ് നോട്ട് ടീച്ച്.
ഒരു ക്രിസ്ത്യൻ വുമൺ പഠിപ്പിക്കാൻ പാടില്ല, അതായത് ടീച്ചറാവാൻ പാടില്ല. സെൻറ്റ് പോൾ ഇൻ ഹിസ് ലെറ്റർ ടു ദ കൊറിന്ത്യൻസ് said that women should keep silence. He rose slowly from his seat and paced forwards and backwards. This was his pet subject, and he condemned vehemently those church leaders who encourage women to teach in their schools. After he had spent his emotion on a long homily, he at last came back to his son's engagement in a seemingly milder tone. കൊറിന്ത്യൻസിനുള്ള സെൻറ്റ് പോളിൻ്റെ ലെറ്ററിൽ ഉണ്ടായിരുന്നു വിമൺ ഷുഡ് കീപ് സൈലൻറ്റ്, സ്ത്രീ എപ്പോഴും സൈലൻ്റ് ആയിരിക്കണം, നിശബ്ദയായിരിക്കണം എന്ന്. അപ്പോൾ അവൻ പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇത് അയാളുടെ ഇഷ്ടവിഷയമായിരുന്നു. സ്ത്രീകളെ അവരുടെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന സഭാ നേതാക്കളെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. കണ്ടംനഡ് അപലപിച്ചു, വെഹമെൻ്റ്ലി തീവ്രമായി, ശക്തമായി എന്നൊക്കെ മീനിങ്. ഒരു നീണ്ട പ്രസംഗത്തിൽ തൻ്റെ വികാരം ചെലവഴിച്ച ശേഷം ഒരു മൈൽഡായിട്ടുള്ള ടോണിൽ, ഒരു മൃദുവായിട്ടുള്ള സ്വരത്തിൽ അയാളുടെ മകൻ്റെ എൻഗേജ്മെൻറ്റിലേക്ക് തിരികെ എത്തി. ഹൂസ് ഡോട്ടർ ഈസ് ഷീ എനിവേ, എന്തായാലും അവൾ ആരുടെ മകളാണ്? ഷീ ഈസ് നീൻ അറ്റാങ്. വാട്ട്? ഓൾ ദ മൈൽഡ്നെസ് വാസ് ഗോൺ അഗെയിൻ. ഡിഡ് യു സേ നീൻ അറ്റാക്ക? വാട്ട് ഡസ് ദാറ്റ് മീൻ? അപ്പോൾ അവൾ ആരുടെ മകളാണ് എന്ന് ചോദിച്ചപ്പോൾ അവളെ നീൻ അറ്റാഗയാണെന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ അയാളുടെ ആ ഒരു മൈൽഡ്നെസ്, ആ ഒരു മൃദുത്വമൊക്കെ പോയിരുന്നു. എന്താ നീ പറഞ്ഞത്? നീൻ അറ്റാഗ, എന്താ അതിനർത്ഥം? നീൻ അറ്റാങ് ഫ്രം കലബാർ. ഷീ ഈസ് ദ ഓൺലി ഗേൾ ഐ ക്യാൻ മാരി. ദിസ് വാസ് എ വെരി റാഷ് റിപ്ലൈ ആൻഡ് നാമക്ക എക്സ്പെക്റ്റഡ് ദ സ്റ്റോം ടു ബസ്റ്റ്, but it did not. His father merely walked away into his room. This was most unexpected and perplexed Namaka. His father's silence was infinitely more menacing than a flood of threatening speech. That night the old man did not eat. നീൻ അറ്റാങ് ഫ്രം കലബാർ. കലബാർ എന്നാണ് അവളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. ഇതൊരു റാഷായിട്ടുള്ള റിപ്ലൈ ആയിരുന്നു. നമുക്ക് ഒരു സ്റ്റോം ഓഫ് ബസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തു, എന്നുവെച്ചാൽ പൊട്ടിത്തെറിയുടെ കൊടുങ്കാറ്റ്, അത് എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷെ അതുണ്ടായില്ല. അയാളുടെ അച്ഛന് വെറുതെ അയാളുടെ റൂമിലേക്ക് നടന്നു പോയി. ഇത് അയാൾക്ക്, നാമക്കക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പെർപ്ലക്സ്ഡ് എന്ന് വെച്ചാൽ ആശയക്കുഴപ്പം. അയാളുടെ അച്ഛൻ്റെ സൈലൻസ് ഭീഷണിപ്പെടുത്തുന്ന ഫ്ലഡിനേക്കാളും ഒരു ത്രെറ്റനിങ് സ്പീച്ചിനേക്കാളും മെനാസിങ് ആയിരുന്നു. മെനാസിങ് എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു. ആ രാത്രിയിൽ അയാൾ ഭക്ഷണം കഴിച്ചില്ല. അയാൾ മീൻസ് അയാളുടെ അച്ഛന് ഭക്ഷണം കഴിച്ചില്ല. When he sent for Namaka a day later, he applied all possible ways of dissuasion. ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹത്തിനെ കൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും അദ്ദേഹം നാമകയുടെ മേൽ പ്രയോഗിച്ചു. But the young man's heart was hardened and his father eventually gave him up as lost. പക്ഷേ ആ മനുഷ്യൻ്റെ, ആ യങ് മാൻ്റെ ഹൃദയം കഠിനമായിരുന്നു, ഉറച്ചതായിരുന്നു. ഒടുക്കം അവൻ്റെ അച്ഛൻ അവനെ വിട്ടുകൊടുത്തു. I owe it to you, my son, as a duty to show you what is right and what is wrong. Whoever put this idea into your head might as well have cut your throat. It is Satan's work. He waved his son away. ശരിയും തെറ്റും എന്താണെന്ന് കാണിച്ചു തരുവാനുള്ള ഒരു കടമ എനിക്ക് എൻ്റെ മകനോടുണ്ട്. ആരാണ് നിൻ്റെ തലയിൽ ഈ ഒരു ഐഡിയ ഇട്ടത്? അവൻ നിൻ്റെ തൊണ്ടയും മുറിച്ചിട്ടുണ്ടാകാം. അത് സാത്താൻ്റെ വർക്കാണ്, സാത്താൻ പിശാചിൻ്റെ പ്രവൃത്തിയാണത്.
He waved his son away. അയാൾ അയാളുടെ മകനെ കൈ കാട്ടി മാറ്റി. You will change your mind, father, when you know Neen. നിങ്ങൾ നീനിനെ കുറിച്ച് അറിഞ്ഞാൽ, അവളെ അറിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് മാറ്റും അച്ഛ എന്ന് പറയാണ് നാമക്ക. I shall never see her. ഞാൻ അവളെ ഒരിക്കലും കാണില്ല. Was the reply. അതായിരുന്നു മറുപടി. From that night, the father scarcely spoke to his son. He did not, however, cease hoping that he would realize how serious was the danger he was heading for. ആ രാത്രി മുതൽ അയാളുടെ അച്ഛൻ അയാളോട് കുറച്ച് സംസാരിക്കാറുള്ളൂ. സ്കേഴ്സ്ലി മീൻസ് വിരളമായി. എന്നിരുന്നാലും അയാളുടെ അച്ഛൻ അയാൾ എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറിലാണ് അകപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡേഞ്ചറിനാണ് പോയിരിക്കുന്നത് എന്നുള്ളത് അയാൾ മനസ്സിലാക്കും എന്ന ഒരു ഹോപ്പ് അദ്ദേഹം നിർത്തിയില്ല. ഹി ഡിഡ് നോട്ട് സീസ്. സീസ് മീൻസ് നിർത്തുക. ഡേ ആൻഡ് നൈറ്റ് ഹി പുട്ട് ഹിം ഇൻ ഹിസ് പ്രേയേഴ്സ്. രാത്രിയും പകലും അയാളുടെ പ്രേയേഴ്സിൽ, അയാളുടെ പ്രാർത്ഥനകളിലും അയാളുടെ മകനെ അയാൾ ഉൾപ്പെടുത്തി. നാമക്ക ഫോർ ഹിസ് ഓൺ പാർട്ട് വാസ് വെരി ഡീപ്ലി അഫക്റ്റഡ് ബൈ ഹിസ് ഫാദേഴ്സ് ഗ്രീഫ്. പിതാവിൻ്റെ ദുഃഖം നാമക്കയെ വളരെയധികം ആഴത്തിൽ ബാധിച്ചു. ഗ്രീഫ് മീൻസ് ദുഃഖം. ബട്ട് ഹി കെപ്റ്റ് ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് വുഡ് പാസ് അവേ. പക്ഷേ അയാൾ വിചാരിച്ചു അത് കടന്നു പോകും, അത് അങ്ങോട്ട് മാറിക്കോളും, അതാണ് ശരിയായിക്കോളും എന്ന് അയാൾ വിചാരിച്ചു. If it had occurred to him that never in the history of his people had a man married a woman who spoke a different tongue, he might have been less optimistic. തൻ്റെ ജനതയുടെ ചരിത്രത്തിൽ ഒരു പുരുഷനും മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു തോന്നൽ അയാളിലുണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് ശുഭാപ്തി വിശ്വാസം കുറവായിരുന്നേനെ. അതായത് എല്ലാം ശരിയാവും എന്നുള്ള ആ ഒരു വിശ്വാസം അയാൾക്ക് ഉണ്ടാവുമായിരുന്നില്ല. It has never been heard was the verdict of an old man speaking a few weeks later. In that short sentence he spoke for all of his people. This man had come with others to commiserate with Okeke when news went round about his son's behavior. By that time the son had gone back to Lagos. It has never been heard. ഇതൊരിക്കലും കേട്ടിട്ടില്ല. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഒരു ഓൾഡ് മാൻ സംസാരിച്ചതിൻ്റെ വിധി. വെർഡിക്റ്റ് മീൻസ് വിധി. ഈ ഒരു ഷോർട്ട് സെൻറ്റൻസിൽ, അതായത് ഇതൊരിക്കലും കേട്ടിട്ടില്ല, ഇറ്റ് ഹാസ് നെവർ ബീൻ ഹേർഡ്, ഈ ഒരു ഷോർട്ട് സെൻറ്റൻസിൽ ആ ആൾ അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടി മുഴുവനായിട്ട് സംസാരിച്ചു. മകൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ പരന്നപ്പോൾ ഈ മനുഷ്യൻ ഒക്കേക്കയെ അനുസ്മരിക്കാൻ മറ്റുള്ളവരോടൊപ്പം വന്നിരുന്നു. അപ്പോഴേക്കും മകൻ വീണ്ടും ലഗോസിലേക്ക് പോയിരുന്നു. ഇറ്റ് ഹാസ് നെവർ ബീൻ ഹേർഡ്, ഇതൊരിക്കലും കേട്ടിട്ടില്ല, സെഡ് ദ ഓൾഡ് മാൻ എഗെയിൻ വിത്ത് എ സാഡ് ഷേക്ക് ഓഫ് ഹിസ് ഹെഡ്. ഇത് ഓൾഡ് മാന് വീണ്ടും പറഞ്ഞു. വിത്ത് എ സാഡ് ഷേക്ക് ഓഫ് ഹിസ് ഹെഡ്, ഒരു വിഷമത്തിൽ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. വാട്ട് ഡിഡ് അവർ ലോർഡ് സെയിം ആസ്ക്ഡ് അനദർ ജെന്റിൽമാൻ. സൺസ് ഷാൾ റൈസ് അഗെയിൻസ്റ്റ് ദെയർ ഫാദേഴ്സ്. ഇറ്റ് ഈസ് ദർ ഇൻ ദ ഹോളി ബുക്ക്. എന്താണ് നമ്മുടെ ലോർഡ് നമ്മളോട് പറഞ്ഞത്? മറ്റുള്ള ആളുകളോട് ഇയാൾ ചോദിച്ചു. ആസ്ക്ഡ് അനദർ ജെന്റിൽമാൻ, മറ്റുള്ളവരോട് ഇയാൾ ചോദിച്ചു, എന്താണ് നമ്മുടെ ലോർഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? പുത്രന്മാർ മക്കൾ പിതാക്കളോട് എതിർക്കും. അത് ഹോളി പുസ്തകത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് സെഡ് അനദർ. ഇത് അവസാനത്തിൻ്റെ തുടക്കമാണ്, വേറൊരാൾ പറഞ്ഞു. ദ ഡിസ്കഷൻ ദസ് ടെൻഡിങ് ടു ബിക്കം തിയോളജിക്കൽ. മധുപോഗു, എ ഹൈലി പ്രാക്ടിക്കൽ മാൻ, ബ്രോട്ട് ഇറ്റ് ഡൗൺ വൺസ് മോർ ടു ദ ഓർഡിനറി ലെവൽ. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ, ആ ഒരു ചർച്ച തിയോളജിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മധുബോഗു എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാൾ അത് ഓർഡിനറി ലെവലിലേക്ക് എത്തിച്ചു. തിയോളജിക്കൽ എന്ന് വെച്ചാൽ ദൈവശാസ്ത്രപരം,
അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു ചർച്ചയൊക്കെ പോയിരുന്നത്. അതിനെ ഈ മധുബോഗു എന്ന് പറയുന്ന ആൾ ഓർഡിനറി ലെവലിലേക്ക്, സാധാരണത്തെ ലെവലിലേക്ക് എത്തിച്ചു. ഹാവ് യു തോട്ട് ഓഫ് കൺസൾട്ടിങ് എ നേറ്റീവ് ഡോക്ടർ അബൌട്ട് യുവർ സൺ? ഹി ആസ്ക്ഡ് നാമക്കാസ് ഫാദർ. നിങ്ങളുടെ മകനെയും കൊണ്ട് ഒരു ഡോക്ടറെ ഡോക്ടറെ സന്ദർശിക്കാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അയാൾ നാമക്കയുടെ അച്ഛനോട് ചോദിച്ചു. ഹീ ഈസ് ഇൻ സിക്ക് വാസ് ദ റിപ്ലൈ. അവന് അസുഖമൊന്നുമില്ല. വാട്ട് ഈസ് ഹീ ദെൻ? ദ ബോയ്സ് മൈൻഡ് ഈസ് ഡിസീസഡ് ആൻഡ് ഓൺലി എ ഗുഡ് ഹെർബലിസ്റ്റ് ക്യാൻ ബ്രിങ് ഹിം ബാക്ക് ടു ഹിസ് റൈറ്റ് സെൻസസ്. ദ മെഡിസിൻ ഹി റിക്വയേഴ്സ് ഈസ് അമാലൈൽ, the same that women apply with success to recapture their husband's straying affection. What is he then? പിന്നെ അവൻ എന്താണ്? അയാളുടെ ആ ബോയുടെ മൈൻഡ് ഡിസീസ് ആയിരിക്കുന്നു, അസുഖം പിടിച്ചിട്ടുണ്ട്. ഒരു നല്ല ഹെർബലിസ്റ്റിന് അയാളെ തിരികെ കൊണ്ടുവരാൻ, റൈറ്റ് സെൻസിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അയാൾക്ക് ആവശ്യമായ മരുന്ന് അമാലിയിലാണ്. സ്ത്രീകൾ അവരുടെ ഹസ്ബൻഡിനെ വഴിതെറ്റിപ്പോയ അഫെക്ഷൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ മരുന്ന്. മധുബോഗ്വു ഈസ് റൈറ്റ് സെഡ് അനദർ ജെന്റിൽമാൻ. മധുബോഗ്വു പറഞ്ഞു ശരിയാണ് എന്ന് വേറൊരാൾ പറഞ്ഞു. ദിസ് തിങ് കോൾസ് ഫോർ മെഡിസിൻ. ഐ ഷാൽ നോട്ട് കോൾ ഇൻ എ നേറ്റീവ് ഡോക്ടർ. നാമക്കാസ് ഫാദർ വാസ് നോൺ ടു ബി ഒബ്സ്റ്റിനേറ്റ്ലി അഹെഡ് ഓഫ് ഹിസ് മോർ സൂപ്പർസ്റ്റിഷ്യസ് നൈബേഴ്സ് ഇൻ ദീസ് മാറ്റേഴ്സ്. ഐ വിൽ നോട്ട് ബി അനദർ Mrs. Ochuba. If my son wants to kill himself, let him do it with his own hands. It is not for me to help him. ഈ കാര്യങ്ങൾ മരുന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ നാമക്കയുടെ അച്ഛൻ പറഞ്ഞു, ഐ ഷാൽ നോട്ട് കോൾ ഇൻ എ നേറ്റീവ് ഡോക്ടർ. ഞാൻ നാട്ടിലെ ഡോക്ടറെ വിളിക്കില്ല. ഈ നാട്ടിലെ ഡോക്ടർ എന്നുള്ളത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മേ ബി നാട്ടുവൈദ്യൻ ഒക്കെ ആയിരിക്കാം. ഈ കാര്യങ്ങളിൽ അന്ധവിശ്വാസികളായ അയൽക്കാരേക്കാൾ ശാഠ്യപൂർവമാണ് നാമക്കയുടെ അച്ഛൻ. ഒബ്സ്റ്റിനേറ്റ്ലി വേർഡ് മീനിങ് ശാഠ്യത്തോടെ. ഞാൻ മറ്റൊരു ശ്രീമതി ഒച്ചുബ ആകില്ല. ഇഫ് മൈ സൺ വാണ്ട്സ് ടു കിൽ ഹിംസെൽഫ്, എൻ്റെ മകന് അവനെ സ്വയം കൊല്ലണമെന്ന് അവനുണ്ടെങ്കിൽ ലെറ്റ് ഹിം ഡു, അവനെ അത് ചെയ്യാൻ അനുവദിക്കൂ. വിത്ത് ഹിസ് ഓൺ ഹാൻഡ്സ്, അവൻ്റെ കൈകൊണ്ട് തന്നെ അത് ചെയ്യാൻ അനുവദിക്കുക. ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ ടു ഹെൽപ്പ് ഹിം, അവനെ സഹായിക്കാൻ ഞാനില്ല. ബട്ട് ഇറ്റ് വാസ് ഹെർ ഫോൾട്ട് സെഡ് മധുബോഗ്വോ. അത് അവളുടെ തെറ്റായിരുന്നു. ഷീ ought to have gone to an honest herbalist. She was a clever woman nevertheless. അവൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെർബലിസ്റ്റിൻ്റെ അടുത്ത് പോകണമായിരുന്നു. ഷി വാസ് എ ക്ലെവർ വുമൺ. അവൾ ക്ലെവർ വുമണാണ്. അവളൊരു മിടുക്കിയായിരുന്നു എന്നിരുന്നാലും. ഷി വാസ് എ വിക്കഡ് മർഡറസ് സെഡ് ജൊനാഥൻ, ഹു റയർലി ആർഗ്യൂഡ് വിത്ത് ഹിസ് നൈബേഴ്സ് because he often said they were incapable of reasoning. The medicine was prepared for her husband. It was his name they called in its preparation, and I am sure it would have been perfectly beneficial to him. It was wicked to put it into the herbalist's food and say you were only trying it out. അവളൊരു ദുഷ്ട കൊലപാതകിയായിരുന്നു സെഡ് ജൊനാഥൻ. ജൊനാഥൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു. ഹു റയർലി ആർഗ്യൂഡ് വിത്ത് ഹിസ് നൈബേഴ്സ്. അയാൾ നൈബേഴ്സുമായിട്ട്, അയൽക്കാരുമായിട്ട് റെയറായിട്ടേ ആർഗ്യൂ ചെയ്യാറുള്ളൂ. റെയർ മീൻസ് അപൂർവം. കാരണം അയാൾ പറഞ്ഞിരുന്നു അവരൊക്കെ റീസണിങ്ങിന്, ന്യായവാദം ചെയ്യാൻ കഴിവില്ലാത്തവരായിരുന്നു എന്ന് അയാൾ പറഞ്ഞിരുന്നു. ആ മെഡിസിന് അവളുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. അതിൻ്റെ പ്രിപ്പറേഷനിൽ അവർ വിളിച്ചത് അയാളുടെ പേരായിരുന്നു. അത് അയാൾക്ക് പ്രയോജനം ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ആ ഹെർബലിസ്റ്റിൻ്റെ ഫുഡിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനിത് പരീക്ഷിക്കുകയാണ് എന്ന് പറയുന്നത് മോശമാണ്. 6 months later, Namaka was showing his young wife a short letter from his father. It amazes me that you could be so unfeeling as to send me your wedding picture. I would have sent it back, but on further thought I decided just to cut off your wife
and send it back to you because I have nothing to do with her. How I wish that I had nothing to do with you either. 6 മാസങ്ങൾക്ക് ശേഷം നാമക്ക അയാളുടെ വൈഫിന് അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നുള്ള ഒരു ചെറിയൊരു ലെറ്റർ കിട്ടിയത് അത് കാണിച്ചു കൊടുത്തു. ആ ലെറ്ററിലുണ്ടാകും, നിനക്ക് മടിയില്ല, നിനക്കൊരു ഫീലിങ്ങും ഇല്ല എന്നുള്ളതിൽ ഞാൻ അമേസ് ചെയ്യുന്നു, ഞാൻ അത്ഭുതപ്പെടുന്നു, ഞാനത് തിരികെ അയക്കുമായിരുന്നു. ബട്ട് കൂടുതൽ ആലോചിച്ചപ്പോൾ വൈഫിൻ്റെ ഫോട്ടോ വെട്ടിയിട്ട് അത് തിരിച്ചയക്കാൻ വിചാരിച്ചു. കാരണം എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് നിങ്ങളുമായും ഒരു ബന്ധവും ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ എങ്ങനെ ആഗ്രഹിക്കുന്നു. When Neen read through this letter and looked at the mutilated picture, her eyes filled with tears and she began to sob. അപ്പം നീന് ഈ ലെറ്റർ വായിച്ചു, പിന്നെ ആ മ്യൂട്ടിലേറ്റഡ് പിക്ചർ നോക്കി. മ്യൂട്ടിലേറ്റഡ് മീൻസ് വികൃതമാക്കിയ. അവളുടെ കണ്ണ് നിറഞ്ഞു, അവൾ കരയാൻ തുടങ്ങി. സോബ് മീനിങ് കരച്ചിൽ. Don't cry, my darling, said her husband. കരയില്ല. He is essentially good-natured and will one day look more kindly on our marriage. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. ഒരു ദിവസം നമ്മുടെ മാരേജ് അദ്ദേഹം ദയയോടെ നോക്കും, അതായത് നമ്മളെ അംഗീകരിക്കും എന്ന് പറഞ്ഞ്. ബട്ട് ഇയേഴ്സ് പാസ്റ്റ് ആൻഡ് ദാറ്റ് വൺ ഡേ ഡിഡ് നോട്ട് കം. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു ദിവസം ഇതുവരെ വന്നില്ല. For 8 years, Okeke would have nothing to do with his son Namaka. 8 വർഷങ്ങൾക്ക് ഒക്കേക്ക്, അതായത് അയാളുടെ അച്ഛന് അയാളുടെ മകനുമായി ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. Only 3 times when Namaka asked to come home and spend his leave did he write to him. 3 പ്രാവശ്യം മാത്രം അയാൾ അദ്ദേഹത്തിന് എഴുതി. എന്തിനാന്ന് വെച്ചാൽ ലീവുള്ള സമയത്ത് അവിടെ വീട്ടിൽ വന്നിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട്. I can't have you in my house, he replied on one occasion. It can be of no interest to me where or how you spend your leave or your life for that matter. എനിക്ക് നിന്നെ എൻ്റെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. അയാൾ ഒരു സമയത്ത് പറഞ്ഞു, നീ നിൻ്റെ ജീവിതം, നിൻ്റെ ലീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ എവിടെ സ്പെൻഡ് ചെയ്യുന്നു, എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് എന്നെ താല്പര്യപ്പിക്കുന്ന കാര്യമല്ല, എനിക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് അയാളുടെ അച്ഛൻ പറയാണ്. The prejudices against Namaka's marriage were not confined to his little village. അവൻ്റെ വിവാഹത്തിനെതിരായിട്ടുള്ള മുൻവിധികൾ അവൻ്റെ ഒരു ചെറിയ ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങിയില്ല. In Lagos, especially among his people who worked there, it showed itself in a different way. ലഗോസിൽ വർക്ക് ചെയ്യുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അതിനെ മറ്റൊരു രീതിയിൽ കാണിച്ചു. Their women, when they met at their village meeting, were not hostile to Neen. വില്ലേജ് മീറ്റിങ്ങുകളിൽ സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നീനോട് ശത്രുത കാണിച്ചിട്ടില്ല എന്നാണ്. ഹോസ്റ്റലിൻ്റെ മീനിങ് ശത്രുതയുള്ള എന്നാണ്. റാദർ they paid her such excessive deference as to make her feel she was not one of them. പകരം അവർ അവൾക്ക് അമിതമായ ബഹുമാനം നൽകി. ആസ് ടു മേക്ക് ഹർ ഫീൽ ഷി വാസ് നോട്ട് വൺ ഓഫ് ദം. അവരിൽപ്പെട്ട ഒരാളല്ല അവൾ എന്നുള്ള ഒരു ഫീല് അവളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് അമിതമായിട്ടുള്ള ബഹുമാനം കൊടുത്തു. എക്സസീവ് അമിതമായിട്ടുള്ള ഡിഫറൻസ് ബഹുമാനം. ബട്ട് ആസ് ടൈം വെൻറ്റ് ഓൺ, Neen gradually broke through some of this prejudice and even began to make friends among them. Slowly and grudgingly, they began to admit that she kept her home much better than most of them. പക്ഷേ സമയം പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഒരു പ്രജുഡിസ്, ഒരു മുൻവിധിയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരുടെ ഇടയിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ തുടങ്ങി. പതുക്കെയും ഗ്രഡ്ജിംഗ്ലി എന്ന് വെച്ചാൽ വെറുപ്പോടെയും
അവർ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി ദാറ്റ് അവൾ എല്ലാവരെക്കാളും മിക്കവരെക്കാളും നന്നായിട്ട് അവളുടെ വീട് സൂക്ഷിച്ചു എന്ന് അവർ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. The story eventually got to the little village in the heart of the Ibo country that Namaka and his young wife were a most happy couple. But his father was one of the few people in the village who knew nothing about this. He always displayed so much temper whenever his son's name was mentioned that everyone avoided it in his presence. By a tremendous effort of will, he had succeeded in pushing his son to the back of his mind. The strain had nearly killed him, but he had persevered and won. ഇബോ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ചെറിയ വില്ലേജിലേക്ക് പിന്നീട് ആ കഥ ചുരുക്കപ്പെട്ടു. അവിടെ നാമക്കയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ സന്തോഷത്തോടെ കഴിയുന്നതായിരുന്നു. പക്ഷേ അയാളുടെ അച്ഛന് ആ ഗ്രാമത്തിൽ ഇതൊന്നും അറിയാത്ത ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു അയാളുടെ അച്ഛനും. അയാളുടെ മകൻ്റെ പേര് എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നത് കേട്ടാൽ അയാൾ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കാണിച്ചു. ടെമ്പർ മീൻസ് കോപം. അതുകൊണ്ട് എല്ലാവരും അയാളുടെ മകൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത്, അയാളുടെ മുന്നിൽ വെച്ച് മെൻഷൻ ചെയ്യുന്നത് എല്ലാവരും അവോയ്ഡ് ചെയ്തു, ഒഴിവാക്കി. അയാളുടെ ഗംഭീരമായിട്ടുള്ള വമ്പിച്ച ഒരു പ്രയത്നം കൊണ്ട് അയാളുടെ മകനെ അയാളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് കളയാൻ അദ്ദേഹം അതിൽ വിജയിച്ചു. കളയുന്ന ആ ഒരു പ്രയത്നത്തിൽ അദ്ദേഹം വിജയിച്ചു. ട്രമൻഡസ് മീനിങ് അതിഗംഭീരമായ, വമ്പിച്ച എന്നൊക്കെയാണ് മീനിങ്. ആ ഒരു സ്ട്രെയിന്, ആ ഒരു പിരിമുറുക്കം അദ്ദേഹത്തിന് മരണത്തിന് തുല്യമായിരുന്നു. എന്നാലും അയാൾ സ്ഥിരോത്സാഹത്തോടെ വിജയിച്ചു. പെർസിവിയേർഡ് മീനിങ് സഹിച്ചു എന്നാണ്. Then one day he received a letter from Naina, and in spite of himself, he began to glance through it perfunctorily until all of a sudden the expression on his face changed and he began to read more carefully. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് നീനിൽ നിന്നും ഒരു ലെറ്റർ കിട്ടുകയാണ്. അയാളത് നിഷ്ക്രിയനായി വായിക്കാൻ തുടങ്ങി. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ആലസ്യത്തോടെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാളുടെ ഫേസിലെ എക്സ്പ്രഷൻ ചേഞ്ച് ആയിട്ട് കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടെ വായിച്ചു. പെർഫെക്റ്റോറിയലി ക്രിയാത്മകമായി. Our 2 sons, from the day they learned that they have a grandfather, have insisted on being taken to him. I find it impossible to tell them that you will not see them. I implore you to allow Namaka to bring them home for a short time during his leave next month. I shall remain here in Lagos. അപ്പോൾ ഇതാണ് ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ 2 ആൺമക്കളും അവർക്ക് ഒരു മുത്തച്ഛനുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ അയാളുടെ അടുത്ത്, അതായത് മുത്തച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ കാണില്ല എന്നുള്ളത്, അവരുടെ അടുത്ത് പറയുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഞാൻ കണ്ടെത്തി. അടുത്ത മാസത്തെ ലീവിൽ അവരെ കുറച്ച് സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നാമയ്ക്ക് അനുവദിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാനിവിടെ ലഗോസിൽ തന്നെ തുടരും. ഇതായിരുന്നു ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരുന്നത്. The old man at once felt the resolution he had built up over so many years falling in. പെട്ടെന്ന് അയാൾ വർഷങ്ങളായി കെട്ടിപ്പടുത്ത ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം, അത് പെട്ടെന്ന് പൊട്ടിത്തകരുന്ന പോലെ തോന്നി. He was telling himself that he must not give in. അയാളോട് തന്നെ സ്വയം പറഞ്ഞു, ഞാൻ വഴങ്ങരുത് എന്നുള്ളത് സ്വയം പറഞ്ഞു. He tried to steel his heart against all emotional appeals. എല്ലാ വൈകാരികമായിട്ടുള്ള ആഹ്വാനങ്ങൾക്കെതിരെയും അവൻ്റെ ഹൃദയം തിരിക്കാൻ അയാൾ ശ്രമിച്ചു. He tried. Still മോഷ്ടിക്കുക. It was a reenactment of that other struggle.
അത് മറ്റൊരു സമരത്തിൻ്റെ പുനരാവിഷ്കാരമായിരുന്നു, മറ്റൊരു സ്ട്രഗിളിൻ്റെ പുനരാവിഷ്കാരമായിരുന്നു. റീ എനാക്ട്മെൻറ്റ് മീൻസ് പുനരാവിഷ്കാരം. ഹീ ലീൻഡ് എഗെയിൻസ്റ്റ് എ വിൻഡോ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഒരു വിൻഡോയിലേക്ക് ചാഞ്ഞു, എന്നിട്ട് പുറത്തേക്ക് നോക്കി. ദ സ്കൈ വാസ് ഓവർകാസ്റ്റ് വിത്ത് ഹെവി ബ്ലാക്ക് ക്ലൗഡ്സ് ആൻഡ് എ ഹൈ വിൻഡ് ബിഗാൻ ടു ബ്ലോ, ഫില്ലിംഗ് ദ എയർ വിത്ത് ഡസ്റ്റ് ആൻഡ് ഡ്രൈ ലീവ്സ്. അപ്പോൾ സ്കൈ ഹെവി ബ്ലാക്ക് ക്ലൗഡ്സ്, കറുത്ത മേഘങ്ങൾ കൊണ്ട് ഓവർകാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഒരു വലിയ കാറ്റടിക്കാൻ തുടങ്ങി. ആ പൊടിയും ഇലയും ഉണങ്ങിയ ഇലകളും ഒക്കെ വഹിച്ചുകൊണ്ട് ഒരു വലിയൊരു കാറ്റടിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് വൺ ഓഫ് ദോസ് റെയർ ഒക്കേഷൻസ് വെൻ ഈവൻ നേച്ചർ ടേക്സ് എ ഹാൻഡ് ഇൻ എ ഹ്യൂമൻ ഫൈറ്റ്. വെരി സൂൺ ഇറ്റ് ബിഗാൻ ടു റെയിൻ, ദ ഫസ്റ്റ് റെയിൻ ഇൻ ദ ഇയർ. ഇത് ഒരു റെയറായിട്ടുള്ള ഒരു ഒക്കേഷനാണ്. ഇത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ നേച്ചർ കൂടി, പ്രകൃതി കൂടി ഒരു കൈയെടുക്കുന്നതിൻ്റെ ഒരു ഒക്കേഷനാണത്. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആ വർഷത്തിലെ ആദ്യത്തെ മഴയായിരുന്നു അത്. ഇറ്റ് കെയിം ഡൗൺ ഇൻ ലാർജ് ഷാർപ്പ് ഡ്രോപ്സ് ആൻഡ് വാസ് അക്കമ്പനീഡ് ബൈ ദ ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ വിച്ച് മാർക്ക് എ ചേഞ്ച് ഓഫ് സീസൺ. അപ്പോൾ ആ മഴയിൽ വലിയ ഷാർപ്പായിട്ടുള്ള ഡ്രോപ്സ്, തുള്ളികൾ വന്നു. അക്കമ്പനീഡ് ബൈ ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ, ഇടിമിന്നലോട് കൂടിയായിരുന്നു ആ മഴ വന്നിരുന്നത്. വിച്ച് മാർക്ക് എ ചേഞ്ച് ഓഫ് സീസൺ ചേഞ്ചിങ്ങിൻ്റെ ഒരു മാർക്കായിട്ട് വന്നു. സീസൺ, കാലങ്ങൾ, ഋതുഭേദങ്ങളൊക്കെ. ഒക്കേക്കെ വാസ് ട്രൈയിങ് ഹാർഡ് നോട്ട് ടു തിങ്ക് ഓഫ് ഹിസ് 2 grandsons. ഒക്കേക്കെ അദ്ദേഹത്തിൻ്റെ 2 grandsonsനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചു. ബട്ട് ഹീ ന്യൂ ഹി വാസ് നൗ ഫൈറ്റിംഗ് എ ലോസിംഗ് ബാറ്റിൽ. പക്ഷെ അയാൾക്ക് അറിയാം, അയാളിപ്പോൾ ഒരു തോറ്റ യുദ്ധം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഹി ട്രൈഡ് ടു ഹം എ ഫേവറേറ്റ് ഹിം, ബട്ട് ദ പാറ്ററിംഗ് ഓഫ് ലാർജ് റെയിൻ ഡ്രോപ്സ് ഓൺ ദ റൂഫ് ബ്രോക്ക് അപ്പ് ദ ട്യൂൺ. ഹിസ് മൈൻഡ് ഇമ്മീഡിയറ്റ്ലി റിട്ടേൺഡ് ടു ദ ചിൽഡ്രൻ. അപ്പോൾ അയാളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹിം മീൻസ് ശ്ലോകം, അത് ചൊല്ലുവാൻ തുടങ്ങി. ട്രൈ ചെയ്തു, ശ്രമിച്ചു. പക്ഷേ ലാർജ് റെയിൻ ഡ്രോപ്സ് റൂഫിൽ വന്നടിക്കുന്നതിൻ്റെ ആ ഒരു പാറ്ററിങ് വേർഡ് മീനിങ് തട്ടുക. അപ്പോൾ ആ റൂഫിൽ വന്നിട്ട് തട്ടുന്നതിൻ്റെ ആ ഒരു സൗണ്ട് കൊണ്ട് ആ ബ്രോക്ക് അപ്പ് ദ ട്യൂൺ, ആ ട്യൂണ് ബ്രേക്കായി. അപ്പോൾ പെട്ടെന്ന് അയാളുടെ ആ ചിൽഡ്രനിലേക്ക്, ആ കുട്ടികളിലേക്ക് അയാളുടെ മൈൻഡ് തിരിച്ചുപോയി. ഹൗ കുഡ് ഹീ ഷട്ട് ഹിസ് ഡോർ അഗെയിൻസ്റ്റ് ദം? എങ്ങനെയാണ് അവരുടെ മുന്നിൽ ഡോർ അടയ്ക്കുക? By a curious mental process, he imagined them standing, sad and forsaken, under the harsh, angry weather, shut out from his house. That night he hardly slept, from remorse and a vague fear that he might die without making it up to them. അപ്പോൾ അദ്ദേഹം കൗതുകകരമായൊരു ഒരു പ്രക്രിയയിലൂടെ ഇമാജിൻ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അവർ പുറത്ത് നിൽക്കുന്നത്, വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് പുറത്ത് നിൽക്കുന്നത്, അവർ വിഷമിച്ചിട്ട് നിൽക്കുന്നത് അണ്ടർ ദ ഹാർഷ് ആംഗ്രി വെതർ, ഒരു ആംഗ്രി ആയിട്ടുള്ള, ഒരു ഹാർഷായിട്ടുള്ള കാലാവസ്ഥയിൽ. അങ്ങനെ അയാൾ ഇമാജിൻ ചെയ്തു. അന്ന് രാത്രി അയാൾ ഉറങ്ങിയില്ല. ഫ്രം റിമോസ് മീൻസ് പശ്ചാത്താപം. അപ്പോൾ പശ്ചാത്താപത്തിൽ നിന്ന് അയാൾ ഉറങ്ങിയില്ല, അന്ന് രാത്രി ഉറങ്ങിയില്ല. അവരോട് സമ്മതിക്കാതെ താൻ മരിക്കുമോ എന്നുള്ള ഒരു ഭയവും അയാൾക്കുണ്ടായി. There have been many controversies about marriage and its traditions. Our world is changing and people are learning about different cultures and freedoms. Many cultures have arranged marriages, but nowadays marriage is becoming more of the individual's choice in whom they marry. This change in tradition causes many conflicts within the family as well as the culture group and raises questions
of tradition and independence. A great example of marriage and its meaning to different people is the story by Chinua Achebe. Marriage is a private affair. Every person has a different outlook on marriage. To some it's a choice, but to others it's a tradition. അപ്പോൾ മാരേജിനെ കുറിച്ചും അതിൻ്റെ പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകളെക്കുറിച്ചൊക്കെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. കോൺട്രവേഴ്സീസ് മീനിങ് വിവാദങ്ങൾ. നമ്മളുടെ വേൾഡ് ഈസ് ചേഞ്ചിങ്. നമ്മളുടെ വേൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ആളുകൾ ഡിഫറെൻറ്റ് കൾച്ചറും ഫ്രീഡവും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കൾച്ചറും വിവാഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാലത്ത് ഇക്കാലത്ത് അത് ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് അവരുടെ ഇൻഡിവിജ്വൽസ് ചോയ്സായിട്ട് മാറിയിട്ടുണ്ട്. അത് ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പാണ്. ആ വ്യക്തിയാണ് ചൂസ് ചെയ്യുന്നത് ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത്. ഇങ്ങനെ ഒരു ട്രഡീഷണൽ ചേഞ്ചിന് ചേഞ്ച് ഇൻ ട്രഡീഷന്, അതായത് ഇങ്ങനെ ചടങ്ങുകളിലും പാരമ്പര്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലൊക്കെയുള്ള ഈ ഒരു ചേഞ്ച്, ഈ ഒരു മാറ്റം പല കുടുംബങ്ങളിലും അതുപോലെ കൾച്ചർ ഗ്രൂപ്പുകളിൽ ഒക്കെ ഒരു കൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. കൺഫ്ലിക്റ്റ് മീൻസ് സംഘർഷം. അവിടെയൊക്കെ ട്രഡീഷൻ, പാരമ്പര്യം, അതുപോലെ ഇൻഡിപെൻഡൻസിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. മാരേജ് എന്നുള്ളത് പല ആളുകൾക്കും പല പോലെയാണ് എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ചിനുയ അച്ചബയുടെ മാരേജ് ഇസ് എ പ്രൈവറ്റ് അഫെയർ എന്നുള്ള ഈ ഒരു സ്റ്റോറി. എല്ലാ ആളുകൾക്കും ഡിഫറെൻ്റ് ഔട്ട്ലുക്കാണ് മാരേജിനോട്. ചിലർക്ക് അത് ചോയ്സാണ്, പക്ഷെ ചിലർക്ക് അത് ഒരു ട്രഡീഷനാണ്. Namaka grew up where tradition played a very important role in the way of life. Because of his reason, it was taken for granted that he would do as his people did in the past. His father expected him to follow the traditional rules of living. But when Namaka got older, he moved to a city and into a completely different culture. Leaving his hometown, he still knew what was expected of him, but he disregarded those feelings. He knew that choosing a bride for him was the job of his father, and yet he got engaged all on his own. What was even worse was that the girl അപ്പോൾ നാമക്ക വളർന്നു വന്നിട്ടുള്ള ആ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് അത് ട്രഡീഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആളുകളുടെ ഒരു കൂട്ടത്തിലാണ് നാമക്ക വളർന്നത്. കഴിഞ്ഞുപോയ ആളുകൾ ചെയ്തിരുന്ന കാര്യങ്ങൾ, അതാണ് അവിടെ ഒരു റീസണായിട്ട്, അത് പിന്തുടരാനാണ് അവിടെയുള്ളവർ ആഗ്രഹിച്ചത്. അയാളുടെ അച്ഛനും അതുതന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ജീവിക്കുമ്പോൾ ആ ഒരു ട്രഡീഷണൽ റൂൾസൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള കാര്യം. പക്ഷേ നമുക്ക് വലുതായപ്പോൾ ഒരു സിറ്റിയിലേക്ക് മൂവ് ചെയ്യുകയും കൾച്ചറിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരികയും ചെയ്തു. ഹോം ടൗണിലല്ല എന്നുണ്ടെങ്കിലും അയാൾക്കറിയാം അയാളുടെ അച്ഛനിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന്. അച്ഛൻ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അയാൾക്ക് അതേ അറിയാമായിരുന്നു, ഇല്ല എന്നുള്ള കാര്യം. പക്ഷെ അയാളത് അവഗണിച്ചു. അയാൾക്ക് അറിയാമായിരുന്നു അയാൾക്കൊരു ബ്രൈഡിനെ, ഒരു ഭാര്യയെ നോക്കേണ്ടത് അയാളുടെ അച്ഛൻ്റെ ജോലിയാണ് എന്നും. പക്ഷേ അയാൾ ആദ്യം തന്നെ എൻഗേജ്ഡായി. വാട്ട് വാസ് ഇവൻ വാസ് ദാറ്റ് ദ ഗേൾ, അത് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിലേറ്റവും മോശമായത് എന്താണെന്ന് വെച്ചാൽ ആ ഗേള് ഡാഷ് ഇത്രയേ ഉള്ളൂ. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഐബോ അല്ല എന്നുള്ള കാര്യം. പേജ് നമ്പർ 32 കുറച്ച് മുകൾ ഭാഗത്തായിട്ട് പറയുന്നുണ്ട്, ഇൻ അവർ കേസ് ഇറ്റ്സ് വാസ് യു ആർ നോട്ട് ഇവൻ ആൻ ഐബോ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതായിരിക്കണം അവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത് പാർട്ട് 1 ആയിട്ട് എടുക്കുകയാണ്. നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു ആൻഡ് സോറി ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ്.